ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വാട്ട് 8ൻ്റെ ഡേ ആണ്. അപ്പോൾ ഇക്കാക്ക് ലഞ്ച് ബോക്സിൽ വെക്കാനായിട്ട് കഴിഞ്ഞ ദിവസം കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കിയായിരുന്നു, ചിക്കൻ നൂഡിൽസ്. അപ്പോൾ അത് ഞാൻ രാവിലെ കുറച്ച് കഴിച്ചു, ഒന്ന് ടേസ്റ്റ് അറിയാൻ വേണ്ടി കഴിച്ച കൂട്ടത്തിൽ കുറച്ച് കഴിച്ചു. അതിനുശേഷം ഒരു 9-9:30 മണിയോടുകൂടി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇക്ക ഒരു 7-7:30-8 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകും. ഇപ്പോൾ നേരത്തെ പോകേണ്ടത് കൊണ്ട് ഇക്ക ആദ്യം കഴിക്കും. അതിനുശേഷം നമുക്ക് ആ സമയത്ത് അത്രയും രാവിലെ വിശക്കത്തില്ല. അതുകൊണ്ട് ഒരു 9-9:30-10 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ. ഇക്കായും ഇല്ല, സാറായും ഇല്ല. ഇക്ക ഓഫീസിലും പോയി, സാറ സ്കൂളിലും പോയി. അപ്പോൾ പയ്യനെ റിലാക്സ് ചെയ്ത്, സൈറ ഉറക്കമായിരിക്കും ഈ ടൈമിൽ. അപ്പോൾ പയ്യനെ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് പയ്യെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് ചൂട് ചായ എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് 2 ഇടിയപ്പമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ടേസ്റ്റി ആയിട്ടുള്ള, അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി. അപ്പോൾ ഇതൊക്കെ കൂട്ടി റിലാക്സ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും സാറ തിരിച്ചെത്തി. അപ്പോൾ സാറയുടെ സ്നാക്ക് ബോക്സിൽ മിച്ചം ഉണ്ടായിരുന്ന ഒരു മക്രോണി മുട്ടായും കുറച്ച് കാഷ്നട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിച്ചു. പിന്നീട് ലഞ്ചായപ്പോഴത്തേനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറും കറികളും. അപ്പോൾ ഞാൻ പിന്നെ കഴിച്ചത്, ഇന്ന് ചൂട് ചോറ്, പിന്നെ അതിൻ്റെ കറിയായിട്ട് സാമ്പാർ ഉണ്ടായിരുന്നു. പിന്നെ മീൻ പൊരിച്ചത്, അയല മീൻ പൊരിച്ചതുണ്ടായിരുന്നു. പിന്നെ മെഴുക്കുവരട്ടി ആയിട്ട് എടുത്തിരുന്നത് ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ്. പിന്നെ ചമ്മന്തിപ്പൊടി, ഇതൊക്കെ കൂട്ടി പിന്നെ പപ്പടം, ഇതൊക്കെ കൂട്ടി വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ഊണായിരുന്നു ഉച്ചയ്ക്ക് കഴിച്ചത്. അപ്പോൾ മോക്കും ഇതൊക്കെ കൂട്ടിയിട്ടാണ് സാറാക്ക് സ്കൂൾ വിട്ട് വന്നപ്പോൾ ഇതൊക്കെ ചേർത്ത് നല്ല ഊണ്, നന്നായിട്ട് ചോറ് വാരി കൊടുത്തു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സാറാക്ക് വേണ്ടിയിട്ടാണ് ബീട്രൂട്ട് ഒക്കെ വെച്ചത്. എനിക്ക് സാമ്പാറും പപ്പടവും മീൻ പൊരിച്ചതും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട. പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെറുതെ കുറച്ച് ബീട്രൂട്ട് വെച്ചതേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ചായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ട് ലഞ്ച് കഴിച്ചു. അപ്പോൾ ലഞ്ച് കഴിച്ചതിന് ശേഷം മധുരമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ ഡേറ്റ്സ് ബാർ ഉണ്ടായിരുന്നു. ഇത് കുക്കീസാണ്. ആ കുക്കീസിൻ്റെ ഉള്ളിൽ ഡേറ്റ്സ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സ്നാക്ക്. അപ്പോൾ ബിസ്ക്കറ്റ് ഫിൽഡ് വിത്ത് ഡേറ്റ്സ് ആൻഡ് ഫ്രൂട്ട്സ് എന്നൊക്കെ ബോക്സിൽ കണ്ടല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഐറ്റം. ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഡേറ്റ്സും ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു കുക്കീസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈവനിങ് ആയപ്പോഴത്തേനും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് ഏത്തപ്പഴം പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് വൈകുന്നേരം ആയപ്പോഴത്തേനും കുറച്ച് ഏത്തപ്പഴം, കുറച്ച് പഴുത്തതിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേനും കഴിച്ചോളും, ഇഷ്ടമാണ്. അപ്പോൾ ഏത്തപ്പഴം നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടമാണ്. അപ്പം അത് റെഡിയാക്കി. പിന്നെ രാത്രി ഡിന്നറിൻ്റെ ടൈമായി. ഡിന്നർ ടൈം ആയപ്പോഴത്തേനും നല്ല അടിപൊളി വെള്ളയപ്പം, അപ്പവും ചിക്കൻ കറിയുമാണ്. ഈവനിങ് ചായ കുടിക്കൽ വളരെ വിരളമാണ്. നല്ല പരിപ്പോടെയോ ഉഴുന്നോടെയോ അങ്ങനെയുള്ള നല്ല അടിപൊളി ക്രിസ്പി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സൊക്കെ പൊരിക്കുന്ന ദിവസങ്ങളിൽ ഒരു ബ്ലാക്ക് ടീ, കടുംചായ, കടുംകാപ്പിയൊക്കെ ഇടാറുണ്ട്. അല്ലാതെ ഈവനിങ്ങിൽ ചായ നിർബന്ധമില്ല. രാവിലെ ഒരു ഗ്ലാസ് പാൽച്ചായ കുടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് ചായയുടെ പതിവില്ല. അപ്പോൾ ഡിന്നർ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഡിന്നറായിരുന്നു. വെള്ളയപ്പവും ചിക്കൻ കറിയൊക്കെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് 8ൻ്റെ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.